ഉപരോധത്തിലൂടെ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടവരുടെ വിവരങ്ങൾ ഖത്തർ മനുഷ്യാവകാശ കമ്മിറ്റി പുറത്തുവിട്ടു. ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നതായി വെളിപ്പെടുത്തലുണ്ട്. അയൽരാജ്യങ്ങളിലെ പൗരന്മാർക്കും വിദ്യാർത്ഥികൾക്കും ഖത്തറിൽ പ്രയാസം അനുഭവിക്കേണ്ടി വരില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം ഉറപ്പു നൽകിയിട്ടുണ്ട്. ഖത്തർ ദേശീയ മനുഷ്യാവകാശ കമ്മിറ്റിക്ക് മുമ്പാകെ 700-ലധികം പരാതികളാണ് രാജ്യത്തെ സ്വദേശികളും വിദേശികളും സമർപ്പിച്ചിരിക്കുന്നത്. മക്കയിലെത്തിയ തീർത്ഥാടകനെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് വിലക്കിയതുൾപ്പെടെയുള്ള സംഭവങ്ങൾ ഗുരുതരമാണെന്ന് കമ്മിറ്റി ചെയർമാൻ അലി ബിൻ സുമൈക് അൽ മദി പറഞ്ഞു. ഖത്തറിൽ വെച്ച് മരിച്ച സൗദി പൗരന്റെ മരണാനന്തര ചടങ്ങുകളിലെത്താൻ മക്കൾക്ക് അനുമതി ലഭിച്ചില്ലെന്ന പരാതിയുമുണ്ട്. അയൽ രാജ്യങ്ങളിലായി കഴിയുന്ന പൗരന്മാരെ പരസ്പരം അകറ്റിയത് ഗുരുതര മനുഷ്യാവകാശ ലംഘനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നതാണ് പല സംഭവങ്ങളും. പുതിയ പ്രതിസന്ധി പൗരന്മാരെ ബാധിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തുന്നതായി അധികൃതർ പറയുന്നു. ഖത്തറുമായി നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർ രാജ്യത്ത് നിന്ന് പുറത്തു പോകേണ്ടതില്ലെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. തങ്ങളുമായി സാഹോദര്യത്തിലും സൗഹൃദത്തിലുമുള്ള രാജ്യങ്ങൾ തെറ്റിദ്ധാരണ മൂലം ബന്ധം വിച്ഛേദിച്ചത് ആ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരോടുള്ള നയം മാറ്റാൻ കാരണമാകില്ലെന്ന് മന്ത്രാലയത്തെ ഉദ്ധരിച്ച് ഖത്തർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഉപരോധം മൂലം വിഷമത്തിലായ സൗദി, UAE, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള തങ്ങളുടെ വിദ്യാർത്ഥികൾക്കായി പരീക്ഷ നേരത്തെ നടത്താനൊരുങ്ങുകയാണ് ഖത്തർ യൂണിവേഴ്സിറ്റി. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ.